ഇന്ന് ഈ വേദിയെ ഉണർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ദീപം തെളിച്ചുകൊണ്ടുള്ള ഒരു ആരംഭം കുറിക്കുന്നതിന് വേണ്ടി കേരളീയ സമാജം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ തുടങ്ങിയ എല്ലാ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളോടും ഭദ്രദീപം കൊളുത്തി ഇന്നത്തെ ഈ വേദി ഉണർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേദിയെ ഉണർത്തിയെടുക്കാൻ നമ്മുടെ എല്ലാ മെമ്പേഴ്സും ഭദ്രദീപം കൊളുത്തി ഈ വേദി ഉണർത്തിയെടുക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ഒരു നിമിഷം ഇരിക്കാം. സ്നേഹം നിറഞ്ഞ കേരളീയ സമാജം കുടുംബാംഗങ്ങളെ, നമ്മൾ ഈ ബൃഹത്തായ കേരളീയ സമാജം ഡോംബിവില്ലി എന്ന മഹാസംഘടനയുടെ 75 വർഷങ്ങൾ പിന്നിട്ടതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളന വേദിയിലാണ് നമ്മൾ ഓരോരുത്തരും അഭിമാനപൂർവം ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. 75 വർഷങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച് കേരളീയ സമാജത്തിന്റെ ഓരോ അംഗങ്ങളോടും പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിൽ കേരളീയ സമാജമില്ല. കാരണം കേരളീയ സമാജത്തെ കേരളത്തിന് അകത്തും പുറത്തും ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സമാജമായി മാറിയിരിക്കുന്ന ഒരു സമാജമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ സമാജമായി കേരളീയ സമാജത്തെ നമ്മൾ നെഞ്ചോട് ചേർത്തിരിക്കുന്നത്. ഒരു കാര്യവും പ്രത്യേകം കേരളീയ സമാജത്തെ പറ്റി പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല. എങ്കിലും ചെറിയ ചില സൂചനകൾ, ചെറിയ ചില തുടക്കങ്ങൾ നമുക്ക് ആവശ്യമായി വരും. ഈ സദസ്സിലും ഈ ബൃഹത്തായ സദസ്സിനും ഈ വേദിക്കും ഇടയിൽ നിങ്ങളോട് സംവദിക്കുന്നതിനും വേദിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ നാരായണൻകുട്ടി ആർ, എന്റെ കൂടെ ജ്യോത്സന രാകേഷ്, ഞങ്ങൾ രണ്ടുപേരാണ് നിങ്ങളെ ഈ സദസ്സിനെയും വേദിയെയും ഇണക്കി ചേർത്തുകൊണ്ടിരിക്കുന്ന രണ്ട് കേരളീയ സമാജത്തിന്റെ എളിയ പ്രവർത്തകർ. ആദരണീയരായ മുഖ്യാതിഥികൾ, കേരളീയ സമാജം ഡോംബിവില്ലിയുടെ ആദരണീയ ഭാരവാഹികൾ, മുൻ ഭാരവാഹികൾ, ഏറെ പ്രിയപ്പെട്ട അംഗങ്ങൾ, മുൻ ഭരണാധികാരികൾ, എല്ലാവർക്കും പ്രഭാഭരിതമായ ഒരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് നാം ഇവിടെ ഒത്തുചേരുന്നത് ഒരു ആഘോഷത്തിനായി മാത്രമല്ല, ഒരു മഹത്തായ ചരിത്രത്തിൻ്റെ, ഒരു കൂട്ടായ്മയുടെ ആത്മാവിൻ്റെ 75 വർഷങ്ങൾ പൂർത്തീകരിച്ചതിൻ്റെ ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് സാക്ഷികളാകാനാണ്. 1940കളിൽ സ്വന്തം മാതൃഭൂമിയിൽ നിന്നകന്ന് മഹാരാഷ്ട്രയുടെ മണ്ണിൽ ജീവിതം ആരംഭിച്ച ചില ദൂരദർശികളായ മലയാളികൾ, അവർക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഭാഷയും സംസ്കാരവും പാരമ്പര്യവും മാഞ്ഞു പോകാതെ തലമുറകളിലേക്ക് പകരണം. ആ സ്വപ്നത്തിന്റെ വിത്തായി രൂപം കൊണ്ടതാണ് കേരളീയ സമാജം ഡോംബിവില്ലി. അത് ഒരു സംഘടന മാത്രമായിരുന്നില്ല, അത് ഒരു സംസ്കാര സംരക്ഷണ പ്രസ്ഥാനമായിരുന്നു. മലയാളിയുടെ ഐക്യത്തിന്റെ പ്രതീകമായിരുന്നു. പാരമ്പര്യവും മൂല്യങ്ങളും നിലനിർത്താനുള്ള ഉറച്ച പ്രതിജ്ഞയായിരുന്നു. കാലം മുന്നോട്ടു പോയപ്പോൾ സമാജം തിരിച്ചറിഞ്ഞു, സംസ്കാരത്തെ സംരക്ഷിക്കാനും സമൂഹത്തെ ശക്തിപ്പെടുത്താനും ഏറ്റവും ശക്തമായ അടിത്തറ വിദ്യാഭ്യാസമാണെന്ന്. അങ്ങനെ സമാജത്തിന്റെ ദൗത്യത്തിന്റെ വിപുലീകരണ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപം കൊണ്ടു. മൂല്യാധിഷ്ഠിത പഠനം, ശിക്ഷണ മികവ്, ദേശീയതയും സാംസ്കാരിക ബോധവുമുള്ള ഒരു തലമുറയെ വളർത്തുക
എന്ന ലക്ഷ്യത്തോടെ അവ വളർന്നു. 75 വർഷങ്ങൾക്ക് ശേഷം ആ ചെറിയ വിത്ത് ഒരു മഹാവൃക്ഷമായി വളർന്നു നിൽക്കുന്നു. അനവധി വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു. സമാജത്തിൽ മാന്യസ്ഥാനങ്ങൾ കൈവരിക്കാൻ വഴികാട്ടിയായി സംസ്കാരത്തിന്റെ ജ്വാല തെളിയിച്ചുകൊണ്ട് മുന്നേറുകയാണ് നമ്മുടെ കേരളീയ സമാജം ഡോംബിവിലി. ഈ പ്ലാറ്റിനം ജൂബിലി വെറും വർഷങ്ങളുടെ കണക്കല്ല. ഇത് സമർപ്പണ ബോധത്തിന്റെ മഹാകാവ്യമാണ്. ഐക്യത്തിന്റെ വിജയഗാഥയാണ്. ഭാവിയിലേക്കുള്ള പുതിയ പ്രതിജ്ഞയുടെ പ്രഖ്യാപനമാണ്. ക്രിയാത്മക ചിന്തകൾ പേറിയവരുടെ വജ്രപ്രഭയാണ്. ഇന്ന് ഈ അഭിമാന വേദിയിൽ നാം നിൽക്കുമ്പോൾ ഈ മഹത്തായ യാത്രയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ മുൻഗാമികളെയും, അധ്വാനിച്ച് എല്ലാ ഭാരവാഹികളെയും, അധ്യാപകരെയും അംഗങ്ങളെയും കൃതജ്ഞതയോടെ സ്മരിക്കാം. 75 വർഷങ്ങളുടെ പ്രകാശമാർന്ന യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കേരളീയ സമാജം ഡോംബിവിലിയുടെ 75ാം പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളന വേദിയിലെ ഔപചാരിക ചടങ്ങുകളിലേക്ക് നമുക്ക് കടക്കാം. നന്ദി. കേരളീയ സമാജത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ജ്യോത്സന നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അംഗങ്ങളല്ലാത്ത ഒരുപാട് പേരും ഇവിടെ കാണും. അവരെ കൂടി നമ്മുടെ കേരളീയ സമാജം എന്താണ്, ഇതിന്റെ ആഴം എന്താണ്, ഇതിന്റെ ഉയരം എന്താണ്, ഇതിന്റെ വ്യാപ്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ രൂപമാണ് ജ്യോത്സന നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇനി കേരളീയ സമാജം ഡോംബിവില്ലിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഇവിടെ ആരംഭിക്കുമ്പോൾ ഈ വേദിയിൽ ഇന്ന് എന്തൊക്കെ ചടങ്ങുകളാണ്, അരങ്ങുകളാണ് ഇവിടെ ഉണരാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ സംക്ഷിപ്തമായ രൂപം നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായി കേരളീയ സമാജം കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനങ്ങളോടുകൂടിയാണ് നമ്മൾ ഈ ചടങ്ങ്, ഈ വേദി ഉണരുക. ആ വേദിയെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് കുറച്ചു മുൻപ് ഇവിടെ ഒരു ഭദ്രദീപം തെളിഞ്ഞത്. സാംസ്കാരിക സമ്മേളനം അതിനുശേഷം നമ്മൾ ആരംഭിക്കും. ആ സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നതും ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് തന്നെയായിരിക്കും. അതിനുശേഷം സമാജത്തിന്റെ മുൻകാല സാരഥികളെ ആദരിക്കുന്ന മഹത്തായ ചടങ്ങിന് നമ്മൾ തുടക്കം കുറിക്കും. ഈ സമാജം ഉണ്ടാക്കിയെടുത്ത, ഈ സമാജത്തിന് വിയർപ്പും ചോരയും രക്തവും ബലിദാനം ചെയ്ത എല്ലാവരെയും സ്മരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ 75ാമത് വാർഷിക ആഘോഷങ്ങളുടെ സമാപന ചടങ്ങ് ഇത്ര ബൃഹത്തായ രീതിയിൽ ഈ ഭരണസമിതി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതായിരിക്കും ഈ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സമാജത്തിന്റെ മുൻകാല ഭാരവാഹികളെ ആദരിക്കുന്ന അഭിമാനകരമായ മുഹൂർത്തത്തോടുകൂടി നമ്മൾ ഈ ചടങ്ങ് തുടർന്നു കൊണ്ടുപോകും. ഒരു പ്രത്യേക അറിയിപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് മുമ്പിൽ നടത്തുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജ്യോത്സന സമാജത്തെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങൾ ഒരു വാചകം ശ്രദ്ധിച്ചു കാണും. നമ്മുടെ സമാജം തുടങ്ങുന്നത് 1940കളുടെ അവസാനത്തോടു കൂടിയായിരുന്നു. ഏതാണ്ട് 75-80 വർഷങ്ങൾ ഒരു സമാജം, ഒരു സംഘടന തുടർന്നു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതായിരിക്കും ഇതിന്റെ തുടക്കക്കാര്, ഇതിന്റെ തുടർച്ചക്കാര്, ഇതിനെ ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നവർ, ഇതിനു മുൻപുണ്ടായിരുന്നവർ പലരും നമ്മെ വിട്ടുപിരിഞ്ഞു കാണും. പലരും ഇവിടെ നിന്ന് പോയി നാട്ടിലോ മറ്റ് സ്ഥലങ്ങളിലോ സെറ്റിൽ ആയിട്ടുള്ളവരുണ്ടാകും. ഇന്നത്തെ ഭരണസമിതിക്കോ ഇന്നത്തെ പ്രവർത്തകർക്കോ ഒരു പക്ഷേ അവരെ എല്ലാവരെയും മുഖപരിചയം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ, അത് സ്വാഭാവികമായിട്ടുള്ള ഒരവസ്ഥയാണ്. 40കളിൽ 50കളിൽ 60കളിലൊക്കെ സമാജവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരെ ഇന്നത്തെ ഭരണാധികാരികൾക്കോ ഞങ്ങൾക്കോ നമ്മുടെ പിൻതലമുറകൾക്കോ തിരിച്ചറിയാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവരെ എല്ലാവരെയും, ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ആദരിക്കുന്നതിന് വേണ്ടി. ആരെങ്കിലും അബദ്ധവശാൽ വിട്ടുപോവുകയോ ആരെയെങ്കിലും തിരിച്ചറിയാൻ ഈ ഭരണസമിതി
ബുദ്ധിമുട്ടുകയോ ചെയ്താൽ അതൊരു തെറ്റായിട്ടോ അത് മനഃപൂർവ്വം വന്ന തെറ്റായിട്ട് കണക്കാക്കാതെ സ്വാഭാവികമായിട്ടുള്ള ഒരു തെറ്റുകുറ്റങ്ങളാണെന്ന് കുറവുകളാണെന്ന് മനസ്സിലാക്കി ഈ ഭരണസമിതിയോട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. നല്ലൊരു ശുഭസായാഹ്നം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് കേരളീയ സമാജം ഡോംബിവില്ലിയുടെ വജ്രപ്രഭ എന്ന് പേരിട്ടിരിക്കുന്ന 75ാമത് ഈ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന സമ്മേളനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ കടക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരളീയ സമാജത്തിന്റെ പേരിൽ.